ഹായ് എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് കേരളത്തിലെ നദികളെക്കുറിച്ചാണ്. നമുക്കറിയാം, PSCയുടെ ഒരു ഹോട്ട് ടോപ്പിക്സിൽ പെടുത്താവുന്ന ഒരു മേഖലയാണ് കേരളത്തിലെ നദികൾ എന്ന് പറയുന്നത്. കേരള ജോഗ്രഫിയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കേരളത്തിലെ നദികൾ എന്നുള്ളത്. ഒരു ചോദ്യമെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാവുന്ന, ഏറ്റവും ചുരുങ്ങിയത് ഒരു ചോദ്യമെങ്കിലും പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണിത്. അപ്പോൾ ഇത് വളരെ ഡീപ്പിൽ ഇത് പഠിച്ചു പോകേണ്ടത് അനിവാര്യമാണ്. നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ നേരിട്ട് ക്ലാസ്സിലേക്ക് തന്നെ കടക്കുകയാണ്. കേരളത്തിൽ 44 പ്രധാന നദികളുണ്ട്. കേരളത്തിൽ 44 നദികളുണ്ട് കേട്ടോ. കേരളത്തിൽ 3 എണ്ണം കിഴക്കോട്ടും 41 എണ്ണം പടിഞ്ഞാറോട്ടും ഒഴുകുന്നു. അതായത് 3 എണ്ണമാണ് കിഴക്കോട്ട് ഒഴുകുന്നത്, 41 എണ്ണം പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. നമുക്കറിയാം, നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ്. ഏതൊക്കെയാണ് 3 എണ്ണം? കബനി, ഭവാനി, പമ്പാർ അല്ലേ? ഇതിൽ കബനി കർണാടകത്തിലേക്കും ഭവാനി പമ്പാറും തമിഴ്നാട്ടിലേക്കും ഒഴുകുന്നു. ഈ 3 നദികളും കൂടിച്ചേരുന്നത് അല്ലെങ്കിൽ എത്തിച്ചേരുന്നത് എവിടെയാണ്? കാവേരി നദിയിലാണ് കേട്ടോ. കാവേരി നദിയിലാണ്. അപ്പോൾ കേരളത്തിൽ 44 പ്രധാന നദികളുണ്ട്. 3 എണ്ണം കിഴക്കോട്ടും 41 എണ്ണം പടിഞ്ഞാറോട്ടും ഒഴുകുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഈ നദികൾ എങ്ങനെയാണ് ഒരു നദിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അതിൻ്റെ ഉത്തരം തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. 1974 കേരള സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്ററിലധികം നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നദികളായി കണക്കാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. 1974 കേരള സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്ററോ അതിലധികമോ നീളമുള്ള ജലപ്രവാഹങ്ങളെ നദികളായി കണക്കാക്കും കേട്ടോ. നദികളായിട്ട് കണക്കാക്കും. അപ്പോൾ 100 കിലോമീറ്ററിലധികമുള്ള കേരളത്തിൽ എത്ര നദികളുണ്ടെന്നറിയോ? 11 എണ്ണമാണ് കേട്ടോ. 100 കിലോമീറ്റർ അധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം 11ആണ്. 44-ൽ 11 നദികൾക്ക് 100 കിലോമീറ്ററിലധികം നീളമുണ്ട്. കേരളത്തിലെ 3 നദികൾ മാത്രം കിഴക്കോട്ട് സഞ്ചരിക്കുന്നു. നമ്മൾ പറഞ്ഞു, കബനി നദി കർണാടകത്തിലേക്കും ഭവാനി പമ്പാർ നദികൾ തമിഴ്നാട്ടിലേക്കും പ്രവേശിക്കുന്നു. കേരളത്തിലെ ഈ 3 പ്രധാനപ്പെട്ട ഈ 3 നദികളും കാവേരിയുമായി ചേരുന്നു. അതും നമ്മൾ പറഞ്ഞു. കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്ന പർവ്വതനിര പശ്ചിമഘട്ടം അറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്ന പർവ്വതനിര എന്ന് പറയുന്നത് പശ്ചിമഘട്ടം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് ഏത് ജില്ലയിലൂടെയാണ്? കാസർഗോഡ് ജില്ല കേട്ടോ. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം 12ആണ്. 42 നദികളിൽ 12 നദികളും കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളാണ് കേട്ടോ. നദികൾ മലിനമാക്കുന്നവർക്ക് തടവശിക്ഷയും പിഴയൊക്കെ ഉണ്ട്. 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും ഏർപ്പെടുത്തി ബില്ല് പാസാക്കിയ സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം കേരളമാണ്. നദികൾ മലിനമാക്കുന്നവർക്ക് 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപയും പിഴയും ഏർപ്പെടുത്തി ബില്ല് പാസാക്കിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം സംസ്ഥാനമായിട്ടുള്ള കേരളമാണ്. ഇനി നമ്മൾ 44 നദികളുണ്ടെന്ന് പറഞ്ഞു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ചധികം നദികളെ പറ്റിയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പെരിയാറിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. പെരിയാറിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. പെരിയാർ ഉത്ഭവിക്കുന്നത് ശിവഗിരി കൊടുമുടികളിൽ നിന്നാണ്. നീളം 244 കിലോമീറ്റർ. അതൊന്നും പണ്ട് മുതലേ PSC ചോദിക്കുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. 244 കിലോമീറ്റർ കേട്ടോ നീളം. 244 കിലോമീറ്റർ ഉണ്ട് നീളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. അതും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്, PSC നിരന്തരം ചോദിക്കുന്നതാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ നദി. പതനം, നമ്മൾ ഉത്ഭവം പഠിച്ചു. ഉത്ഭവം എവിടെ നിന്നാണ്? ശിവഗിരി കൊടുമുടികളിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. ഇതിൻ്റെ പതനം വേമ്പനാട്ട് കായലിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലിലാണ് ഇതിൻ്റെ പതനം. ഇത് ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്? ഇടുക്കിയും എറണാകുളവും കേട്ടോ. 2 ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്, ഇടുക്കി, എറണാകുളം. ഈ നദി വേറെ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്? ആലുവ പുഴയും കാലടി പുഴയും.
ആലുവ പുഴയും കാലടി പുഴയും കേട്ടോ. ആലുവ പുഴയും കാലടി പുഴയും എന്നറിയപ്പെടുന്ന നദി പെരിയാർ നദിയാണ്. നീളം 244 കിലോമീറ്റർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ് പെരിയാർ കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ളത് പെരിയാറിലാണ്. പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ളത് പെരിയാറിലാണ്. എത്ര എണ്ണമാണ്? 17 എണ്ണം കേട്ടോ. 17 എണ്ണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളതും പെരിയാറിനാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളതും പെരിയാറിനാണ്. അപ്പോൾ നമ്മളിപ്പോൾ 4 സവിശേഷതകൾ, പ്രധാനപ്പെട്ട പോയിന്റ് പഠിച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതി, ഏറ്റവും കൂടുതൽ അണക്കെട്ട്, ഏറ്റവും കൂടുതൽ പോഷക നദികൾ, ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി. ഈ 4 ചോദ്യം വന്നാലും ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് പെരിയാറാണ്. നീളം 244 കിലോമീറ്റർ. ഉത്ഭവം ശിവഗിരി കൊടുമുടികളിൽ, പതനം വേമ്പനാട്ട് കായലിൽ. അറിയപ്പെടുന്ന മറ്റു പേരുകൾ ആലുവ പുഴ, കാലടി പുഴ. ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി, എറണാകുളം. ഇത്രയുമാണ് ഇപ്പോൾ നമ്മൾ പെരിയാറിനെ പറ്റി പറഞ്ഞത്. ഇനി അടുത്ത കുറച്ച് പോയിന്റ്സിലേക്ക് പോവാണ്. കേരളത്തിൻ്റെ ജീവരേഖ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് വെച്ചാൽ പെരിയാർ. ജീവരേഖ, അതായത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി, കേരളത്തിലെ ഓൾമോസ്റ്റ് പല സവിശേഷതകളും ഉള്ള ഒരു നദി, അത് തന്നെയാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. പെരിയാറുമായി ചേരുന്ന ആദ്യത്തെ പോഷക നദിയാണ് മുല്ലയാർ. പ്രധാനപ്പെട്ടതാണ്. പെരിയാറുമായി ചേരുന്ന ആദ്യത്തെ പോഷക നദിയാണ്, പെരിയാറിൻ്റെ പോഷക നദിയാണ് മുല്ലയാർ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലനിൽക്കുന്നത് പെരിയാർ നദിയുടെ തീരത്താണ്. പെരിയാർ നദിയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടും ജലവൈദ്യുത പദ്ധതിയുമായ പെരിയാറിലാണ് ഇടുക്കി അണക്കെട്ട്. ഇടുക്കി അണക്കെട്ടും പെരിയാറിലാണ് കേട്ടോ. പെരിയാറിലാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി പെരിയാറിലാണ്. ഏറ്റവും വലിയ അണക്കെട്ടും ജലവൈദ്യുത പദ്ധതിയുമായ ഇടുക്കി അണക്കെട്ട് എവിടെയാണ്? അതും പെരിയാറിലാണ്. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് ഡാമുകളിലൊന്നാണ് ഇടുക്കി അണക്കെട്ട് കേട്ടോ. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് ഡാമുകളിലൊന്നാണ് ഇടുക്കി അണക്കെട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഇടുക്കി അണക്കെട്ടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയും ഇടുക്കി അണക്കെട്ടാണ്. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് അണക്കെട്ട്, അതായത് ആർച്ച് ഡാമുകളിലൊന്ന് ആണ് നമ്മുടെ ഇടുക്കി അണക്കെട്ട്. അർദ്ധശാസ്ത്രത്തിൽ ചുർണി എന്ന് പരാമർശിച്ചിരിക്കുന്നത് പെരിയാറാണ്. അർദ്ധശാസ്ത്രത്തിൽ ചുർണി എന്ന് പരാമർശിച്ചിരിക്കുന്നത് പെരിയാറിനെയാണ്. ഈ നമ്മുടെ അർദ്ധശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നത് 2 നദികളെയാണ്, പെരിയാറിനെയും പമ്പയുമാണ് പരാമർശിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ അർദ്ധശാസ്ത്രത്തിൽ 2 നദികളെ പറ്റിയാണ് പരാമർശിക്കുന്നത് കേരളത്തിലെ. അതൊന്ന് പെരിയാറും മറ്റൊന്ന് പമ്പയുമാണ്. പെരിയാറിനെ വിശേഷിപ്പിച്ചത് ചുർണി എന്നാണ്. ശങ്കരാചാര്യർ, അതായത് ശങ്കരാചാര്യർ നമുക്കറിയാം, പൂർണ്ണ എന്ന് പരാമർശിച്ച നദി പെരിയാറിനെയാണ് കേട്ടോ. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ചു പെരിയാറിനെ. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ചു. ഇനി പെരിയാറിൻ്റെ പ്രധാന കൈവഴികൾ, പോഷക നദികൾ ഏതൊക്കെയാണ്? മുതിരപ്പുഴയാർ, മുല്ലയാർ നദി, ചെറുതോണി നദി, ഇടമല നദി എന്നിവയാണ് പെരിയാറിൻ്റെ പ്രധാന കൈവഴികൾ അല്ലേ. പെരിയാറിൻ്റെ പ്രധാന കൈവഴികൾ മുതിരപ്പുഴയാർ, മുല്ലയാർ, ചെറുതോണി നദി, ഇടമല നദി എന്നിവയാണ് പെരിയാറിൻ്റെ പ്രധാന കൈവഴികൾ. തേക്കടി വന്യജീവി സങ്കേതം, തട്ടേക്കാട് പക്ഷി സങ്കേതം എന്നിവയാണ് പെരിയാറിൻ്റെ തീരത്തുള്ള വന്യജീവി സങ്കേതങ്ങൾ. പെരിയാറിൻ്റെ തീരത്തുള്ള പ്രധാനപ്പെട്ട 2 വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? തേക്കടി വന്യജീവി സങ്കേതവും തട്ടേക്കാട് പക്ഷി സങ്കേതവും കേട്ടോ. ഇനി പെരിയാറിൻ്റെ തീരത്തുള്ള ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? പള്ളിവാസലുണ്ട്, ചെങ്ങുളമുണ്ട്, പന്നിയാറുണ്ട്, നേര്യമംഗലമുണ്ട്, ലോവർ പെരിയാറുണ്ട്. ഇതൊക്കെ പെരിയാറിൻ്റെ തീരത്തുള്ള ജലവൈദ്യുത പദ്ധതികളാണ് കേട്ടോ. പെരിയാർ നദീതടത്തിൽ 17 അണക്കെട്ടുകൾ ഉൾപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. പെരിയാർ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദിയാണ് പെരിയാർ. അതിൽ പെരിയാർ നദീതടത്തിൽ 17 അണക്കെട്ടുകൾ ഉൾപ്പെടുന്നു. അതിൽ 15 എണ്ണം KSEBയുടെ നിയന്ത്രണത്തിലും 2 എണ്ണം ജലസേചന വകുപ്പുമാണ് അണക്കെട്ടുകൾ പരിപാലിക്കുന്നത്. അത് നമ്മൾ ഓർത്തിരിക്കുക, അതങ്ങനെ ചോദിച്ചിട്ട് കണ്ടിട്ടില്ല. പെരിയാർ നദീതടത്തിൽ 17 അണക്കെട്ടുണ്ട്. അതിൽ 15 എണ്ണം KSEBയുടെ നിയന്ത്രണത്തിലും 2 എണ്ണം ജലസേചന വകുപ്പുമാണ് കൈകാര്യം ചെയ്യുന്നത്. KSEB എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? സണ്ണി ജോസഫ്. ജലസേചന വകുപ്പ് മന്ത്രി ആരാണ്? മോൻസ് ജോസഫ്. പറഞ്ഞേ ഉള്ളൂ. പെരിയാറിൽ വെള്ളപ്പൊക്കമുണ്ടായ വർഷം
AD 1341 കേട്ടോ, ഓർത്തിരിക്കണേ. പെരിയാറിൽ വെള്ളപ്പൊക്കമുണ്ടായ വർഷം AD 1341. പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിക്കാനിടയായ തുറമുഖം കൊടുങ്ങല്ലൂർ തുറമുഖം. കൊടുങ്ങല്ലൂർ തൃശ്ശൂറാണല്ലേ. പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിക്കാനിടയായ തുറമുഖം കൊടുങ്ങല്ലൂർ തുറമുഖമാണ്. പെരിയാറിൽ 1924 മലയാള മാസം 1099 ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്ന പേര്. 99-ലെ വെള്ളപ്പൊക്കം കേട്ടിട്ടുണ്ടല്ലേ. 99-ലെ വെള്ളപ്പൊക്കം. നമ്മൾ പറഞ്ഞു പെരിയാർ നദീതടത്തിൽ 17 അണക്കെട്ടുണ്ടെന്ന്. പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ നമ്മളൊന്ന് പറഞ്ഞു പോവാണ്. പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ മുല്ലപ്പെരിയാർ അണക്കെട്ട് അറിയാവുന്നതാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട്, ഇരട്ടയാർ അണക്കെട്ട്, ഭൂതത്താൻ കെട്ട്, ലോവർ പെരിയാർ, കുണ്ടള അണക്കെട്ട്, ഇടമലയാർ ഡാം, മാട്ടുപ്പെട്ടി, ചെങ്കുളം ഡാം, ഇടുക്കി അണക്കെട്ട്, ആനിറങ്കൽ അണക്കെട്ട്, ചെറുതോണി, പൊന്മുടി, കുളമാവ്. പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ നമ്മൾ പറഞ്ഞു 17 എണ്ണമാണുള്ളത്. 15 KSCBയുടെ നിയന്ത്രണത്തിലും 2 ജലസേചന വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുമാണ്. ഇനി പെരിയാറിൻ്റെ തീരത്തുള്ള പ്രധാനപ്പെട്ട മറ്റ് സംഭവങ്ങൾ എന്തൊക്കെയാണ്, മറ്റ് പഠിക്കേണ്ട കഥ എന്തൊക്കെയാണുള്ളത്? പെരിയാർ വന്യജീവി സങ്കേതം, പേര് തന്നെയുണ്ട്, പ്രത്യേകിച്ച് പഠിക്കണമെന്നില്ല. കാലടി, ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമാണ് കാലടി കേട്ടോ, അത് പെരിയാറിന് തീരത്താണ്. മലയാറ്റൂർ പള്ളി, ആലുവ അദ്വൈതാശ്രമം സ്റ്റേറ്റ്മെൻറ്റിൽ വരാൻ സാധ്യതയുണ്ട്, പഠിച്ചോണം. ആലുവ അദ്വൈതാശ്രമം. ആലുവ, പ്രസിദ്ധമായ ആലുവ ശിവരാത്രി ഉത്സവം പെരിയാറിൻ്റെ തീരത്താണ് നടക്കുന്നത് കേട്ടോ. പ്രസിദ്ധമായ ശിവരാത്രി ഉത്സവം പെരിയാറിൻ്റെ തീരത്താണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ പെരിയാറിനെ പറ്റി പറയേണ്ട പോയിന്റ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കേട്ടിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ്, കുറച്ച് എളുപ്പമാണ്. ഇനി അങ്ങോട്ട് വരുമ്പോഴാണ്, ഇനി അങ്ങോട്ടുള്ള നദികളിലൊക്കെയാണ് കുറച്ചും കൂടി ചിലപ്പം കേൾക്കാത്ത പോയിന്റ്സ് അല്ലെങ്കിൽ കുറച്ചും കൂടി പഠിക്കേണ്ട പോയിന്റ്സ് ഉണ്ടാവുക, അധികം കേട്ടിട്ടില്ലാത്തത്. പെരിയാർ ഓൾമോസ്റ്റ് എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും പല ഉദ്യോഗാർത്ഥികളും പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ പോകുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 2ാമത്തെ നദിയായിട്ടുള്ള ഭാരതപ്പുഴയിലേക്കാണ്. ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണ്? മറ്റ് പേരുകൾ പൊന്നാനി നദി, നിള, പേരാർ, കുറ്റിപ്പുറം നദി എന്നറിയപ്പെടുന്ന നദി ആണ് ഭാരതപ്പുഴ. ഉത്ഭവം എവിടെയാണ്? ആനമലൈ മലനിര. ഉത്ഭവം ആനമലൈ മലനിര. പതിക്കുന്ന സ്ഥലം എവിടെയാണ്? അറബിക്കടലിലാണ് കേട്ടോ, അറബിക്കടലിലാണ്. കേരളത്തിലെ 2ാമത്തെ നീളമേറിയ നദി. നീളം 250 കിലോമീറ്റർ. പെരിയാർ എത്രയാണ് നമ്മൾ നീളം പറഞ്ഞത്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാർ 244 കിലോമീറ്റർ. ഭാരതപ്പുഴയോ 209 കിലോമീറ്റർ. 200 കിലോമീറ്ററിൻ്റെ മുകളിലുള്ള 2 നദികളെ കേരളത്തിലുള്ളൂ. അതൊന്ന് പെരിയാർ, മറ്റൊന്ന് ഭാരതപ്പുഴയുമാണ്. പെരിയാർ 244 കിലോമീറ്റർ, ഭാരതപ്പുഴ 209 കിലോമീറ്റർ. ഏതൊക്കെ ജില്ലകളിലൂടെയാണ് കടന്നു പോകുന്നത്? 3 ജില്ലകളിലൂടെയാണ്. മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട് ജില്ലയിലൂടെ കടന്നു പോകുന്നു. കൈവഴികൾ ഏതൊക്കെയാണ്? ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, തൂത്തപ്പുഴ, കൽപ്പാത്തിപ്പുഴ. പ്രധാനപ്പെട്ടതാണ്. ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, തൂത്തപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലമാണ് പൊന്നാനി നദി എന്നറിയപ്പെടുന്ന നദിയും ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലമാണ് പൊന്നാനി. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം. ചിറ്റൂരിൽ ശോകനാശിനി പുഴ എന്നാണ് അറിയപ്പെടുന്നത് ഭാരതപ്പുഴ. അതായത് ചിറ്റൂരിൽ ഭാരതപ്പുഴയുടെ പേര് ശോകനാശിനി പുഴ എന്നാണ്. ഇങ്ങനെ വിശേഷിപ്പിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. അതായത് ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നത് ശോകനാശിനി പുഴ എന്നാണ്. ഇങ്ങനെ വിശേഷിപ്പിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. പുരാതന കാലത്ത് പേരാർ എന്നാണ് നദി അറിയപ്പെട്ടിരുന്നത്. നമ്മൾ പറഞ്ഞു അല്ലേ, പുരാതന കാലത്ത് പേരാർ എന്നാണ് നദി ഭാരതപ്പുഴ അറിയപ്പെട്ടിരുന്നത്. പുരാതന കാലത്ത് പേരാർ. നാരായണീയം രചിച്ച മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ജന്മസ്ഥലമാണ് തിരുനാവായ. വളരെ പ്രധാനപ്പെട്ടതാണ്. നാരായണം രചിച്ച മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ജന്മസ്ഥലമാണ് തിരുനാവായ. പ്രസിദ്ധമായ മാമാങ്കം ഉത്സവം നടക്കുന്ന സ്ഥലമാണ് തിരുനാവായ. ഇത് ഭാരതപ്പുഴയുടെ തീരത്താണ്. നമ്മുടെ തിരുനാവായയെ പറ്റി പറയാൻ കാരണം ഇത് ഭാരതപ്പുഴയുടെ തീരത്താണ്. തിരുനാവായയിലാണ് മാമാങ്കം ഉത്സവം നടക്കുന്നത്. കുഞ്ചൻ നമ്പ്യാരുടെ ഓട്ടംതുള്ളലിൻ്റെ പിതാവായ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ
കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിളിക്കുറിശി മംഗലം ഭാരതപ്പുഴയുടെ തീരത്താണ്. കിളിക്കുറിശി മംഗലം ഭാരതപ്പുഴയുടെ തീരത്താണ്. കിളിക്കുറിശി മംഗലത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന കവി ആരാണ്? MT വാസുദേവൻ നായരാണ്. ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് നിള. ഈ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് MT വാസുദേവൻ നായർ. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായരാണ്. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായരാണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചെറുതുരുത്തിയാണ്. ഇതും ഭാരതപ്പുഴയുടെ കീഴിലാണ് വരുന്നത്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചെറുതുരുത്തിയാണ്. നമ്മൾ ഭാരതപ്പുഴയുടെ പ്രധാന കൈവഴികളിൽ പറഞ്ഞ ഒന്നാണ് ഗായത്രി പുഴ. ഈ ഗായത്രി പുഴ ഭാരതപ്പുഴയുമായി സംഗമിക്കുന്ന സ്ഥലമാണ് മായന്നൂർ. തൃശ്ശൂരെ മായന്നൂർ. നമ്മൾ പറഞ്ഞു 3 ജില്ലകളിലൂടെ കടന്നു പോകുന്നു: മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട്. ഇതിലെ പ്രധാന കൈവഴിയായ ഗായത്രി പുഴ ഭാരതപ്പുഴയുമായി സംഗമിക്കുന്ന സ്ഥലമാണ് തൃശ്ശൂരിലെ മായന്നൂർ. കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, പറളിയിൽ വെച്ച് കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, പറളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദികളാണ് കേട്ടോ. അതായത് കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും പറളിയിൽ വെച്ചാണ് ഭാരതപ്പുഴയിൽ ചേരുന്നത് കേട്ടോ. കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും. കണ്ണാടിപ്പുഴ എന്നാണ് ചിറ്റൂർ പുഴ അറിയപ്പെടുന്നത്. ചിറ്റൂർ പുഴ അറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴ എന്നാണ് കേട്ടോ. 6186 കിലോമീറ്റർ 6186 കിലോമീറ്റർ നീർത്തടമുള്ള ഭാരതപ്പുഴ കേരളത്തിലെ ഏറ്റവും വലിയ നദീതടമാണ് കേട്ടോ. കിലോമീറ്റർ ഒന്നും പഠിച്ചു വെക്കണമെന്നില്ല, എന്നാലും അറിഞ്ഞിരിക്കുക. 6186 കിലോമീറ്റർ നീർത്തടമുള്ള ഭാരതപ്പുഴ കേരളത്തിലെ ഏറ്റവും വലിയ നദീതടമാണ്. നിളാതീരത്തിൻ്റെ പ്രസിദ്ധമായ ഒരു കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. കലാരൂപത്തിൻ്റെ പേര് ഓർത്ത് വെക്കുക, തോൽപ്പാവക്കൂത്ത്. ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ജലസംഭരണികളിൽ ഏറ്റവും വലുതാണ് മലമ്പുഴ അണക്കെട്ട്. മലമ്പുഴ അണക്കെട്ട് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ജലസംഭരണികളിൽ ഏറ്റവും വലുതാണ് മലമ്പുഴ അണക്കെട്ട്. മലമ്പുഴ അണക്കെട്ട്. നമ്മുടെ പാലക്കാട് ചുരമുള്ള NH 544 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. പാലക്കാട് ചുരത്തിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു, അറിയാം. ഭാരതപ്പുഴയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ നിള വിജ്ഞാപന കേന്ദ്രം ആരംഭിച്ചത്. കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നിള വിജ്ഞാപന കേന്ദ്രം. ഭാരതപ്പുഴയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേട്ടോ. വാളയാർ അണക്കെട്ട്, മംഗലം അണക്കെട്ട്, പോത്തുണ്ടി ഡാം, മീങ്കര ഡാം, ചൂളിയാർ ഡാം, ആളിയാർ, അപ്പർ ആളിയാർ, ചിറ്റൂർ പുഴ റെഗുലേറ്റർ, കാഞ്ഞിരപ്പുഴ ഡാം എന്നിവ ഭാരതപ്പുഴ തടത്തിലെ മറ്റ് അണക്കെട്ടുകളിൽ ഉൾപ്പെടുന്നു. ഒന്നുകൂടി പറയാണ്: വാളയാർ അണക്കെട്ട്, മംഗലം അണക്കെട്ട്, പോത്തുണ്ടി ഡാം, മീങ്കര ഡാം, ചൂളിയാർ ഡാം, ആളിയാർ, അപ്പർ ആളിയാർ, ചിറ്റൂർ പുഴ റെഗുലേറ്റർ, കാഞ്ഞിരപ്പുഴ ഡാം എന്നിവ ഭാരതപ്പുഴ തടത്തിലെ മറ്റ് അണക്കെട്ടുകളിൽ ഉൾപ്പെടുന്നു. അപ്പോൾ നമ്മൾ പെരിയാറിനെ പറ്റിയും പറഞ്ഞു, ഭാരതപ്പുഴയും പറ്റി പറഞ്ഞു. ഇനി കേരളത്തിലെ 3ാമത്തെ നീളമേറിയ നദിയായ പമ്പാ നദിയെ പറ്റിയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. പമ്പാ നദി കേരളത്തിലെ 3ാമത്തെ നീളമേറിയ നദി. പെരിയാറും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ഭാരതപ്പുഴയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ പമ്പയിലേക്കാണ് പോകുന്നത്. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലെ പുളിച്ചി മലനിരകളിൽ നിന്നാണ് പമ്പാ നദി ഉത്ഭവിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു പെരിയാർ ഉത്ഭവിക്കുന്നത് ശിവഗിരി, കൊടുമുടി. ഭാരതപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ചു. നമ്മുടെ പമ്പാ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പുളിച്ചി മലനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. നമ്മുടെ പുളിച്ചി മലനിരകളിൽ നിന്നാണ് പമ്പാ നദി ഉത്ഭവിക്കുന്നത്. പമ്പാ നദി പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ കേരളത്തിലെ ഏറ്റവും വലിയ തടാകമായ വേമ്പനാട്ട് കായലിലേക്ക് ഒഴുകുന്നു. അതാണ് കേട്ടോ. പമ്പാ നദി പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ കേരളത്തിലെ ഏറ്റവും വലിയ തടാകമായ വേമ്പനാട്ട് കായലിലേക്ക് ഒഴുകുന്നു. ഇതിൻ്റെ നീളം എത്രയാണ്? നമ്മൾ പെരിയാർ പറഞ്ഞു 244, ഭാരതപ്പുഴ 209. അപ്പോൾ പമ്പാ നദി എത്രയാണ്? 176 കേട്ടോ. 176 കിലോമീറ്ററാണ് പമ്പാ നദിയുടെ നീളം. പോഷക നദികൾ ഏതൊക്കെയാണ് പഠിച്ചു വെക്കണേ: കക്കിയാർ, അച്ഛൻ കോവിലാർ, അഴുതയാർ, മണിമല നദി. ഒന്നും കൂടി പറയാണ്: കക്കിയാർ, അച്ഛൻ കോവിലാർ, അഴുതയാർ, മണിമല നദി. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി. പരീക്ഷകളിലെ ഒരു PSക്ക് ഇഷ്ടപ്പെട്ട ചോദ്യമാണ്. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പാ നദി. പുരാതന കാലത്ത് ബാരിസ് എന്നാണ് നദി അറിയപ്പെട്ടിരുന്നത്.
പുരാതന കാലത്ത് ബാരിസ് എന്നാണ് നദി അറിയപ്പെട്ടിരുന്നത്. നമ്മുടെ പുരാതന കാലത്ത് പമ്പ നദിയുടെ പേര് ബാരിസ് എന്നായിരുന്നു. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. കുട്ടനാട് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. അച്ഛൻ കോവിലാർ പമ്പയിൽ ചേരുന്ന സ്ഥലമാണ് വിയ്യപുരം. വിയ്യപുരം അച്ഛൻ കോവിലാർ പമ്പയിൽ ചേരുന്ന സ്ഥലമാണ് വിയ്യപുരം. ഈ അച്ഛൻ കോവിലാർ പന്തളം പട്ടണത്തെ ചുറ്റൊഴുകുന്ന നദിയാണ് കേട്ടോ. പന്തളം പട്ടണത്തെ ചുറ്റൊഴുകുന്ന നദിയാണ് അച്ഛൻ കോവിലാർ. പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് പമ്പ കേട്ടോ. പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് പമ്പ. പത്തനംതിട്ടയിലാണ് പെരുന്തേനരുവി കേട്ടോ. ശബരി അണക്കെട്ടും കക്കാട് ഡാമും സ്ഥിതി ചെയ്യുന്ന നദിയാണ് പമ്പ നദി കേട്ടോ. ശബരി അണക്കെട്ടും കക്കാട് ഡാമും. ദേശീയ നദീ സംരക്ഷണ പദ്ധതി പ്രകാരം പമ്പ നദിയെ മാലിന്യമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പമ്പ ആക്ഷൻ പ്ലാൻ. പമ്പ ആക്ഷൻ പ്ലാൻ കേട്ടോ. ദേശീയ നദീ സംരക്ഷണ പദ്ധതി പ്രകാരം പമ്പ നദിയെ മാലിന്യമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പമ്പ ആക്ഷൻ പ്ലാൻ. പമ്പ നദിയുടെ തീരത്താണ് പവിത്രമായ ശബരിമല ക്ഷേത്രം നിലകൊള്ളുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. 1896 ആരംഭിച്ച മാരാമൺ കൺവെൻഷൻ പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിക്കടുത്ത് മാരാമണ്ണിൽ പമ്പ നദിയുടെ തീരത്ത് നടക്കുന്നു. അതായത് 1896 ആരംഭിച്ച മാരാമൺ കോൺവെൻഷൻ പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിക്കടുത്ത് മാരാമൺ പമ്പ നദിയുടെ തീരത്ത് നടക്കുന്നു. എന്താണ് ഈ മാരാമൺ കൺവെൻഷൻ? ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ കൺവെൻഷനാണിത്. പ്രധാനപ്പെട്ട പോയിന്റ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ കൺവെൻഷൻ എന്ന് ചോദിച്ചാൽ മാരാമൺ കൺവെൻഷനാണ്. 1896 ആരംഭിച്ചു. സാധാരണയായി എല്ലാ വർഷവും ഫെബ്രുവരിയിൽ പമ്പ നദിയുടെ മണൽ തീരത്തുള്ള ചെറുകോലിൽ നടക്കുന്ന ഹിന്ദുക്കളുടെ ഒരു പ്രധാന മതസമ്മേളനമാണ് ചെറുകോൽ പുഴ കൺവെൻഷൻ. ഇനി പമ്പ നദിയുടെ തീരത്ത് നടക്കുന്ന പ്രധാന വള്ളം കളികൾ ഏതൊക്കെയാണ്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളി കേരളത്തിലെ ഏറ്റവും പഴയ വള്ളംകളിയാണ്. ചമ്പക്കുളം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി, ഉത്രാടം തിരുനാൾ വള്ളംകളി മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട് നീരേട്ടുപുറം വള്ളംകളി കേട്ടോ. അപ്പോൾ നമ്മൾ 3 നദികളെ പറ്റി പറഞ്ഞു: പെരിയാർ, ഭാരതപ്പുഴ, പമ്പ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിലെ നീളമേറിയ 4ാമത്തെ നദിയായിട്ടുള്ള ചാലിയാർ നദിയെ പറ്റിയാണ്. ചാലിയാർ നദി. ചാലിയാർ നീളം 169 കിലോമീറ്റർ. നീലഗിരിയിൽ സ്ഥിതി ചെയ്യുന്ന ഇളമ്പലേരി മലനിരകളിൽ വയനാട് നിന്നാണ് ചാലിയാർ നദി ഉത്ഭവിക്കുന്നത്. ശ്രദ്ധിക്കണം. നീലഗിരിയിൽ സ്ഥിതി ചെയ്യുന്ന ഇളമ്പലേരി മലനിരകളിൽ, വയനാട്ടിലെ ഇളമ്പലേരി മലനിരകളിൽ നിന്നാണ് ചാലിയാർ നദി ഉത്ഭവിക്കുന്നത്. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെ ഒഴുകുന്നു. ചൂലിക നദി, കല്ലായി നദി അല്ലെങ്കിൽ ബേപ്പൂർ നദി എന്നറിയപ്പെടുന്നു. ചാലിയാർ നദിയുടെ 3 പേരുകൾ നമ്മളിപ്പോൾ പറഞ്ഞു. ചൂലിക നദി, കല്ലായി നദി അല്ലെങ്കിൽ ബേപ്പൂർ നദി എന്നറിയപ്പെടുന്നു. ചാലിയാർ നദി ബേപ്പൂർ തുറമുഖത്താണ് കേട്ടോ. ചാലിയാർ നദി ബേപ്പൂർ തുറമുഖമാണ്. അറബിക്കടലിൽ പതിക്കുന്നു. ചെറുപുഴ, കരിമ്പുഴ, പുന്നപ്പുഴ, ചാലിപ്പുഴ എന്നിവയാണ് പ്രധാന കൈവഴികൾ. ചാലിയാർ നദീതീരങ്ങൾ പ്രകൃതിദത്തമായ സ്വർണ്ണ നിക്ഷേപത്തിന് പേരുകേട്ടതാണ്. പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ പ്രകൃതിദത്തമായ സ്വർണ്ണ നിക്ഷേപത്തിന് പേരുകേട്ട നദി ഏതെന്ന് ചോദിച്ചാൽ ചാലിയാർ നദീതീരങ്ങളാണ് കേട്ടോ. വായു ജലമലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രതിഷേധം ചാലിയാർ സമരമാണ്. പ്രധാനപ്പെട്ട ചോദ്യമാണ്. വായു ജലമലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രതിഷേധം ചാലിയാർ സമരമാണ്. ഈ ചാലിയാർ സംരക്ഷണ സമിതിയുടെ സ്ഥാപക നേതാവ് KA റഹ്മാനാണ്. ചാലിയാർ സംരക്ഷണ സമിതിയുടെ സ്ഥാപക നേതാവ് KA റഹ്മാനാണ്. ചാലിയാർ മലിനീകരണത്തിന് ഉത്തരവാദിയായ ഫാക്ടറിയാണ് മാവൂരിലെ ഗ്വാളിയാർ റയോൺസ്. ചാലിയാർ മലിനീകരണത്തിന് ഉത്തരവാദിയായ ഫാക്ടറിയാണ് മാവൂരിലെ ഗ്വാളിയാർ റയോൺസ്. കുഞ്ഞാലി മരക്കാർ ട്രോഫി വള്ളംകളി നടക്കുന്ന നദി ചാലിയാർ. ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. കുഞ്ഞാലി മരക്കാർ ട്രോഫി വള്ളംകളി നടക്കുന്ന നദി ചാലിയാർ. അപ്പോൾ നമ്മൾ 4 നദികളെ പറ്റി പറഞ്ഞു: പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. ഇനി നമ്മൾ
കേരളത്തിലെ 5ാമത്തെ നീളമുള്ള നദിയായിട്ടുള്ള ചാലക്കുടി പുഴയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ചാലക്കുടി പുഴ നീളം 145.5 കിലോമീറ്റർ. കേരളത്തിലെ 5ാമത്തെ നീളമുള്ള നദി. തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം ജില്ലകളിലൂടെ കടന്നു പോകുന്നു. തമിഴ്നാട്ടിലെ ആനമല പ്രദേശത്താണ് ഇതിൻ്റെ ഉത്ഭവം. പ്രധാനപ്പെട്ടതാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ നദികളെല്ലാം ഉത്ഭവിച്ചത് കേരളത്തിലാണെങ്കിൽ നമ്മുടെ ചാലക്കുടി പുഴയുടെ ഉത്ഭവം തമിഴ്നാട്ടിലെ ആനമലയിലാണ്. ആതിരപ്പിള്ളി വെള്ളച്ചാട്ടം, വാഴച്ചാൽ വെള്ളച്ചാട്ടം, പെരിങ്ങൽകുത്ത് എന്നിവയാണ് ഈ നദിയിൽ സ്ഥിതി ചെയ്യുന്നത്. പ്രധാനപ്പെട്ടതാണ്. ആതിരപ്പിള്ളി വെള്ളച്ചാട്ടം, വാഴച്ചാൽ വെള്ളച്ചാട്ടം, പെരിങ്ങൽകുത്ത് എന്നിവ ഈ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് എറണാകുളം ജില്ലയിൽ പുത്തൻവേലിക്കരയ്ക്ക് സമീപം പെരിയാറുമായി ലയിക്കുന്നു. പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് എറണാകുളം ജില്ലയിൽ പുത്തൻവേലിക്കരയ്ക്ക് സമീപം പെരിയാറുമായി ലയിക്കുന്നു. ഷോളയാർ ജലവൈദ്യുത പദ്ധതിയും പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതിയും സ്ഥാപിച്ച നദി. ചാലക്കുടി പുഴയിൽ ജലസേചനത്തിനായി നിർമ്മിച്ചതാണ് തുമ്പൂർ മുഴി അണക്കെട്ട്. ചാലക്കുടി പുഴയിൽ ജലസേചനത്തിനായി നിർമ്മിച്ചതാണ് തുമ്പൂർ മുഴി അണക്കെട്ട്. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകമായ വൈന്തല സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓക്സ്ബോ തടാകം എന്ന് പറയുന്നത്, ഓക്സ്ബോ എന്ന് പറയുന്നത് നമ്മുടെ ഈ റാ പോലെ ഇങ്ങനെ ഒഴുകുന്ന നദികളെയാണ് നമ്മൾ പറയുക. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകമാണ് വൈത്തല സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 5ാമത്തെ നദിയായ ചാലക്കുടി പുഴയിലാണ് കേട്ടോ. പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് കടലുണ്ടി നദിയെ പറ്റിയാണ്. നമ്മൾ 5 നദികളെ പറ്റി പറഞ്ഞു. 6ാമത്തെ നദിയായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കടലുണ്ടി നദിയാണ്. കടലുണ്ടി പുഴ എന്നും അറിയപ്പെടുന്നു ഈ നദി. മലപ്പുറം ജില്ലയിലൂടെ ഒഴുകുന്നു. ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഓലിപ്പുഴ, വെള്ളിയാർ എന്നീ 2 കൈവഴികളുണ്ട്. കടലുണ്ടി നദിയും ചാലിയാർ നദിയും കടലുണ്ടിയിൽ വെച്ച് അറബിക്കടലിൽ ലയിക്കുന്നു. കടലുണ്ടി നദിയും ചാലിയാർ നദിയും കടലുണ്ടിയിൽ വെച്ച് അറബിക്കടലിൽ ലയിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട നദി അച്ഛൻ കോവിൽ നദി. കേരളത്തിലെ 7ാമത്തെ വലിയ നദി. നമ്മൾ ഓർഡറിലാണ് പറയുന്നത്. കേരളത്തിലെ 7ാമത്തെ വലിയ നദി. നീളം 128 കിലോമീറ്റർ. ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട എന്നിവിടങ്ങളിലൂടെ ഒഴുകുന്നു. കോന്നി റിസർവ് വനത്തിനുള്ളിൽ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവർമല കൊടുമുടിയിലാണ് അച്ഛൻ കോവിലാർ നദിയുടെ ഉറവിടം. അത് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പത്തനംതിട്ടയിലെ കോന്നി റിസർവ് വനത്തിനുള്ളിൽ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവർമല കൊടുമുടിയിലാണ് അച്ഛൻ കോവിൽ നദിയുടെ ഉറവിടം. കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ വീയപുരത്ത് വെച്ച് അത് പമ്പ നദിയുമായി ചേരുന്നു. കേരളത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വീയപുരത്തിൻ്റെ കാര്യം പറഞ്ഞു. കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ വീയപുരത്ത് വെച്ച് അത് പമ്പ നദിയുമായി ചേരുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കല്ലടയാറിനെ പറ്റിയാണ്. കല്ലടയാർ കൊല്ലം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പദവി അവകാശപ്പെടുന്നു. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ശെന്തുരുണി വന്യജീവി സങ്കേതത്തിൽ നിന്നാണ് ഈ നദി യാത്ര ഉത്ഭവിക്കുന്നത്. പ്രധാനപ്പെട്ടതാണ്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ശെന്തുരുണി വന്യജീവി സങ്കേതത്തിൽ നിന്നാണ് ഈ നദി യാത്ര ഉത്ഭവിക്കുന്നത്. കല്ലടയാറിലെ പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. കല്ലടയാറിലാണ് പാലരുവി വെള്ളച്ചാട്ടം. കേട്ടിട്ടുണ്ടല്ലേ പാലരുവി എന്നുള്ള പേര്. ഈ പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കല്ലടയാർ ഒടുവിൽ അഷ്ടമുടിക്കായലിൽ പതിക്കുന്നു. തേന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കല്ലട നദിയിലാണ് കേട്ടോ. നദിയിലാണ്. ഇത് കുളത്തൂപ്പുഴ പട്ടണത്തോടെ മനോഹരമായി ഒഴുകുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കല്ലട ജലസേചന പദ്ധതി. ഒരു പ്രധാനപ്പെട്ട ചോദ്യം കിട്ടിയല്ലേ? PSCക്ക് ഇഷ്ടപ്പെട്ട ചോദ്യമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കല്ലട ജലസേചന പദ്ധതി. കല്ലടയാർ നദിയിലാണ്. അടുത്ത പ്രധാനപ്പെട്ട നദി മൂവാറ്റുപുഴ നദി. കേട്ട ഒരു സ്ഥലമാണല്ലേ. മൂവാറ്റുപുഴയാറിൻ്റെ ഉത്ഭവ കേന്ദ്രമാണ് മൂവാറ്റുപുഴ നഗരം. തൊടുപുഴയാർ, കാളിയാർ, കോതയാർ എന്നീ 3 വ്യത്യസ്ത നദികൾ ചേർന്നുണ്ടായ സംഗമത്തിൻ്റെ ഫലമാണ് ഈ നദി. പഠിക്കണം. തൊടുപുഴയാർ, കാളിയാർ, കോതയാർ എന്നീ 3 വ്യത്യസ്ത നദികൾ ചേർന്നുണ്ടായ സംഗമത്തിൻ്റെ ഫലമാണ് ഈ നദി, നമ്മുടെ മൂവാറ്റുപുഴ നദി.
അടുത്തത് വളപട്ടണം നദി, വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചോണം. വളപട്ടണം നദി, വളപട്ടണം കണ്ണൂർ ജില്ലയിലെ വളപട്ടണം നദി. കണ്ണൂരിലെ ഏറ്റവും വലിയ നദിയാണ് വളപട്ടണം നദി, എല്ലാവർക്കും അറിയാവുന്നതാണ്. കർണാടക സംസ്ഥാനത്തിലെ കൂർക്കിലെ ബ്രഹ്മഗിരി റിസർവ് വനങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ കബനി കർണാടകത്തിലേക്കാണ് പോകുന്നതെന്ന്. എന്നാൽ കർണാടകത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് വരുന്ന നദിയാണ് വളപട്ടണം നദി കേട്ടോ. കർണാടക സംസ്ഥാനത്തിലെ കൂർഗിലെ ബ്രഹ്മഗിരി റിസർവ് വനങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. വളപട്ടണത്തിനടുത്ത് അഴീക്കലിൽ അറബിക്കടലിൽ പതിക്കുന്നു. നീളം 110 കിലോമീറ്റർ. നീളം 110 കിലോമീറ്റർ. 100 കിലോമീറ്ററിലധികമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ്? നേരത്തെ നമ്മൾ പഠിച്ചു, 11 ആണല്ലേ. വളപട്ടണം നദിയുടെ നീളം 110 കിലോമീറ്ററാണ്. ഇരിട്ടി, പറശ്ശിനിക്കടവ്, ഇരിക്കൂർ തുടങ്ങിയ പേര് കേട്ട പട്ടണങ്ങളുടെ മനോഹരമായി സഞ്ചരിക്കുന്നു. ഇരിട്ടി, പറശ്ശിനിക്കടവ്, ഇരിക്കൂർ തുടങ്ങിയ പേരുകേട്ട പട്ടണങ്ങളുടെ മനോഹരമായി സഞ്ചരിക്കുന്നു. പറശ്ശിനിക്കടവ് ക്ഷേത്രം മുത്തപ്പ ക്ഷേത്രമാണ്, വളരെ പ്രസിദ്ധമാണ് അല്ലേ, പഠിക്കണം. പറശ്ശിനിക്കടവ് ക്ഷേത്രം ഉൾപ്പെടെയുള്ള ശ്രദ്ധേയമായ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം നദിയുടെ തീരത്താണ്. വളപട്ടണം നദിയിലാണ് വരിക. ഇരട്ടിപ്പുഴ, ശ്രീകണ്ഠപുരം പുഴ, ഭവാലിപ്പുഴ, വല്യപുഴ, വേണിപ്പുഴ, ആറളം പുഴ എന്നിവയാണ് വളപട്ടണം നദിയുടെ പ്രധാന കൈവഴികൾ. നമ്മൾ പറഞ്ഞു. ഇരട്ടിപ്പുഴ, ശ്രീകണ്ഠാപുരം പുഴ, ആറളം പുഴ, ഭവാലിപ്പുഴ, വല്യപുഴ, വേണിപ്പുഴ എന്നിവയാണ് കേട്ടോ പ്രധാന കൈവഴികൾ. മീനച്ചിൽ നദി, അടുത്തൊരു പ്രധാനപ്പെട്ട നദിയാണ് മീനച്ചിൽ നദി. കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പാല നമുക്കെല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ് പാല. മീനച്ചിൽ നദി കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പിന്നീട് വേമ്പനാട് കായലിൽ വന്ന് പതിക്കുന്നു. കോട്ടയം നഗരത്തിലൂടെ ഒഴുകുന്ന ഒരേ ഒരു നദി, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കോട്ടയം നഗരത്തിലൂടെ ഒഴുകുന്ന ഒരു നദി എന്ന് ചോദിച്ചാൽ ഉത്തരം മീനച്ചിൽ നദിയാണ്. അടുത്തത് വളരെ റെയർ ഫാക്റ്റാണ്, അതായത് പഠിച്ചു പോവേണ്ടതാണ്. റാങ്ക് മേക്കേഴ്സ് അരുന്ധതി റോയിയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ ഈ നദിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മീനച്ചിൽ നദി കേരളത്തിലെ ഏത് നദിയാണ് അരുന്ധതി റോയിയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഉത്തരം മീനച്ചിൽ നദി. കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അടുത്തത് നെയ്യാറാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി. 56 കിലോമീറ്റർ മാത്രമേ ഇതിന് നീളമുള്ളൂ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി എന്ന് ചോദിച്ചാൽ ഉത്തരം നെയ്യാറാണ്. വടക്കേ അറ്റത്തുള്ള നദി എന്നുള്ളത് നമ്മൾ കാണും ഇതിൻ്റെ അവസാനം കേട്ടോ. ഇപ്പോൾ നമ്മൾ പറയുന്നത് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? നെയ്യാറാണ്. 56 കിലോമീറ്ററാണ്. നെയ്യാറിൻ്റെ ഉത്ഭവം അഗസ്ത്യമലയിൽ നിന്നാണ്. പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയിൽ നിന്നാണ് നെയ്യാറിൻ്റെ ഉത്ഭവം. നെയ്യാറിൻ്റെ പോഷക നദികൾ കല്ലാർ, കരവാളിയാർ. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം നെയ്യാർ നദിയുടെ തീരത്താണ്. പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ ആലുവ അദ്വൈതാശ്രമം പെരിയാറിന് തീരത്താണെന്ന് പഠിച്ചു. എന്നാൽ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം നെയ്യാർ നദിയുടെ തീരത്താണ് കേട്ടോ. അരുവിപ്പുറം നെയ്യാർ നദിയുടെ തീരത്താണ്. നെയ്യാർ നദിയുടെ തീരത്താണ് മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. നെയ്യാർ അറബിക്കടലിൽ പതിക്കുന്നു. നെയ്യാർ എവിടെയാണ് പതിക്കുന്നത്? അറബിക്കടലിൽ പതിക്കുന്നു. ഉത്ഭവം എവിടെയാണ്? അഗസ്ത്യമലയിൽ നിന്നാണ് ഉത്ഭവം. പതിക്കുന്നത് അറബിക്കടലിലാണ്. അടുത്തത് കോടങ്ങരപ്പളം പുഴയാണ് കേട്ടോ. കോടങ്ങരപ്പളം നദി ഒഴുകുന്ന പ്രദേശമാണ് അട്ടപ്പാടി പാലക്കാടാണല്ലേ. 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ട അട്ടപ്പാടിയിലെ പുഴയാണ് കോടങ്ങരപ്പളം പുഴ. തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയാണ് കോടങ്ങര നദിയുടെ ഉറവിടം കേട്ടോ. കോടങ്ങരപ്പള്ളം നദിയുടെ ഉറവിടം പെരുമാൾമുടിയാണ്, തമിഴ്നാട് അതിർത്തിയിലെ. ഭവാനി നദിയിൽ പതിക്കുന്നു. അടുത്തൊരു നദി ചന്ദ്രഗിരി പുഴ വളരെ പ്രധാനപ്പെട്ടാണ്. ആദ്യത്തെ പോയിന്റ്, മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പേരിലാണ് അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ചന്ദ്രഗിരി പുഴ എന്ന പേര് വരാൻ കാരണം മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ചന്ദ്രഗിരി പുഴ. പെരുമ്പുഴ എന്നും പയസ്വിനി എന്നും അറിയപ്പെടുന്നു. നദിയാണ് ചന്ദ്രഗിരി പുഴ.
കാസർഗോഡ് നഗരത്തിന് യു ആകൃതിയിൽ ചുറ്റിയൊരു നദിയാണ് ചന്ദ്രഗിരി പുഴ. കാസർഗോഡ് ജില്ലയിൽ എത്ര നദികളുണ്ടെന്ന് പറഞ്ഞാൽ ഒഴുകുന്നത് 12 ആണല്ലേ. അതിൽ കാസർഗോഡ് നഗരത്തിന് യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ. അടുത്തത് മയ്യഴിപ്പുഴ. യൂറോപ്യന്മാരുടെ കാലത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെട്ടിരുന്ന നദി വളരെ പ്രധാനപ്പെട്ടതാണ്. യൂറോപ്യന്മാരുടെ കാലത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ചാനൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ചാനൽ എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് മയ്യഴിപ്പുഴ. മയ്യഴിപ്പുഴയുടെ ഉറവിടം വയനാട് മലനിരകളിൽ നിന്നാണ്. നീളം 54 കിലോമീറ്റർ. തലശ്ശേരിയും മാഹിയെയും വേർതിരിക്കുന്ന നദി. നാളെ പരീക്ഷയിൽ തലശ്ശേരിയും മാഹിയെയും വേർതിരിക്കുന്ന നദി എന്ന് ചോദിച്ചാൽ ഉത്തരം മയ്യഴിപ്പുഴയാണ്. മയ്യഴിപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു. തലശ്ശേരി മാഹിയെയും വേർതിരിക്കുന്ന നദി മയ്യഴിപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു. അടുത്തത് മഞ്ചേശ്വരം നദി. 16 കിലോമീറ്റർ നീളമുള്ള കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ 244 കിലോമീറ്റർ. ഇവിടെ ഏറ്റവും ചെറുത് മഞ്ചേശ്വരം പുഴ. എത്ര? 16 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി നമ്മൾ നേരത്തെ പറഞ്ഞു. തെക്കേ അറ്റം പറഞ്ഞപ്പോൾ വടക്കേ അറ്റം അവസാനം ഉണ്ടെന്ന് പറഞ്ഞു, എത്തിയിരിക്കുകയാണ്. തെക്കേ അറ്റം നെയ്യാറായിരുന്നു, വടക്കേ അറ്റം മഞ്ചേശ്വരമാണ്. നദിയുടെ ഉത്ഭവം ബലപ്പുണ്ണി കുന്നുകളാണ് കേട്ടോ. നദിയുടെ ഉത്ഭവം ബലപ്പുണ്ണി കുന്നുകളാണ് കാസർഗോഡ്. തലപ്പാടി പുഴ എന്നറിയപ്പെടുന്നു. മഞ്ചേശ്വരം നദി ഉപ്പളക്കായലിൽ പതിക്കുന്നു. കാസർഗോഡ് ഉപ്പളക്കായലിൽ പതിക്കുന്നു. ഇനി പലരും എഴുതിയ സാഹിത്യത്തിലെ നദികളാണ്. നമ്മൾ പ്രത്യേകമായിട്ട് തിരിച്ചിട്ടുണ്ട് സാഹിത്യത്തിലെ നദികൾ. പലരും എഴുതിയ സാഹിത്യം അവരുടെ രചനയിൽ പറഞ്ഞിട്ടുള്ള നദികൾ, അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. വില്യം ലോഗൻ്റെ മലബാർ മാനുവലിൽ പരാമർശിക്കുന്ന നദി കോരപ്പുഴ. OV വിജയൻ്റെ ഗുരുസാഗരത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന നദി തൂത്തപ്പുഴ. SK പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന നദി ഇരവന്നിപ്പുഴ. ബുക്കർ പ്രൈസ് ജേതാവായ നമ്മൾ നേരത്തെ പറഞ്ഞു അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ പരാമർശിച്ചിരിക്കുന്ന നദി മീനച്ചിലാർ നദി എന്നും പറയാം. മീനച്ചിലാർ. കേരളത്തിൽ മഞ്ഞ നദി എന്നാണ് കുറ്റ്യാടിപ്പുഴ അറിയപ്പെടുന്നത്. അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം നദി. അതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം നദി. കല്ലായി നദി ഒഴുകുന്ന ജില്ലയാണ് കോഴിക്കോട്. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചാലിപ്പുഴ. പറവൂർ കായലിലേക്ക് ഒഴുകുന്ന നദിയാണ് ഇത്തിക്കരപ്പുഴ കേട്ടോ. കിളിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് ആറ്റുകാൽ ക്ഷേത്രം. കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന ഒരു പ്രധാന നദി നമ്മൾ നേരത്തെ പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി വളപട്ടണം നദി. മീൻവല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏത്? തൂതപ്പുഴ. മുക്കം ടൗണിലൂടെ ഒഴുകുന്ന നദി ഇരുവഴിഞ്ഞിപ്പുഴ. അരുവിക്കര പേപ്പാറ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി കരമന നദി. മാനന്തവാടി നദി എന്നറിയപ്പെടുന്ന നദി കബനിയാണ് കേട്ടോ. മറയൂർ ചന്ദനക്കാടിലൂടെ ഒഴുകുന്ന നദി പ്രധാനപ്പെട്ട ചോദ്യമാണ് പാമ്പാർ. മൂരാട് പുഴ എന്നറിയപ്പെടുന്ന നദി കുറ്റ്യാടിപ്പുഴയാണ്. നിലമ്പൂർ തേക്കിൻ്റെ കാട്ടുകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ചാലിയാർ. ചിമ്മീനി വന്യജീവി സങ്കേതത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി കുറുമാലിപ്പുഴ. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് ബാവാലി നദി. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന ഒരു നദി ചീങ്കണ്ണിപ്പുഴ കേട്ടോ. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന ഒരു നദി ചീങ്കണ്ണിപ്പുഴയാണ്. കേരളത്തിലെ പ്രധാന നദികൾ നമ്മളൊന്ന് പറയുകയാണ്, ജില്ല തിരിച്ച് കേരളത്തിലെ പ്രധാന നദികൾ ജില്ല തിരിച്ച് പറയുകയാണ്. പെട്ടെന്ന് നമുക്ക് പറയാം. തിരുവനന്തപുരം
കരമന നദി, നെയ്യാർ, വാമനപുരം നദി, കീളിയാർ. കൊല്ലം കല്ലട, ഇത്തിക്കരയാർ, പള്ളിക്കൽ നദി. പത്തനംതിട്ട പമ്പ, അച്ചൻ കോവിലാർ, മണിമലയാർ, പള്ളിക്കൽ നദി. ആലപ്പുഴ മണിമലയാർ, പമ്പ, അച്ചൻ കോവിലാർ. കോട്ടയം മീനച്ചിലാർ, മൂവാറ്റുപുഴ, മണിമലയാർ. ഇടുക്കി പെരിയാർ, തൊടുപുഴയാർ, പാമ്പാർ. എറണാകുളം പെരിയാർ, മൂവാറ്റുപുഴ, ചാലക്കുടിപ്പുഴ, കോതമംഗലം, തൊടുപുഴയാർ. തൃശ്ശൂർ ചാലക്കുടിപ്പുഴ, ഭാരതപ്പുഴ, കീച്ചേരി, മണ്ണലിപ്പുഴ, ചിമ്മീനി. പാലക്കാട് ഭാരതപ്പുഴ, കൽപ്പാത്തിപ്പുഴ, ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, തൂത്തപ്പുഴ, ഭവാനി, കരിമ്പുഴ, ശിശുവാണി, കുന്തിപ്പുഴ. മലപ്പുറം ചാലിയാർ, കടലുണ്ടിപ്പുഴ, ഭാരതപ്പുഴ, തിരൂർപ്പുഴ. കോഴിക്കോട് ചാലിയാർ, കുറ്റ്യാടിപ്പുഴ, കടലുണ്ടിപ്പുഴ, കോരപ്പുഴ, കല്ലായി. വയനാട് കബനി, പനമരം നദി, മാനന്തവാടിപ്പുഴ. കണ്ണൂർ വളപട്ടണം പുഴ, കുപ്പം നദി, അഞ്ചരക്കണ്ടി, ബാവലിപ്പുഴ. കാസർഗോഡ് ചന്ദ്രഗിരി പുഴ, മഞ്ചേശ്വരം പുഴ, കാവായിപ്പുഴ. ഇനി നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളെ പറ്റി നമ്മളവരുടെ പ്രത്യേകതകൾ, വിശേഷണങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളിൽ നിന്ന് തുടക്കത്തിൽ പറഞ്ഞ നദിയുണ്ട്, കബനി, ഭവാനി, പമ്പാറ്. അതിനെപ്പറ്റി നമുക്കൊന്ന് പറയണ്ടേ? പ്രധാനപ്പെട്ട 3 കിഴക്കോട്ടൊഴുകുന്ന നദികളെ പറ്റി നമ്മൾ പറയാം. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളുണ്ട്. നമ്മൾ പറഞ്ഞു കബനി നദി കർണാടകയിലേക്കും നമ്മൾ പറഞ്ഞതാണ്. മറ്റ് 2 നദികൾ തമിഴ്നാട്ടിലേക്കും ഒഴുകുന്നു. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നതിന് മുമ്പ് അവയെല്ലാം കാവേരി നദിയുമായി കൂടിച്ചേരുന്നു. പ്രധാനപ്പെട്ടതാണ്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നതിന് മുമ്പ് അവയെല്ലാം കാവേരി നദിയുമായി കൂടിച്ചേരുന്നു. അതിൽ കബനി നദിയെ നമ്മൾ പറയാണ് കബനി നദി കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി. വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് കബനി നദി കേട്ടോ. 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. അതിലേറ്റവും വലുത് കബനിയാണ്. ആകെ നീളം 240 കിലോമീറ്റർ. കേരളത്തിലെ കബനി നദിയുടെ നീളം 56.6 കിലോമീറ്റർ ആണ്. കേരളത്തിലെ കബനി നദിയുടെ നീളം 56.6. മൊത്തത്തിൽ കബനി നദിയുടെ നീളം 240 കിലോമീറ്റർ. കബനി നദിയുടെ ഉറവിടം തൊണ്ടർമുടിയാണ്, വയനാട്ടിലെ തൊണ്ടർമുടിയാണ്. പനമരം, മാനന്തവാടി എന്നീ നദികളുടെ സംഗമസ്ഥാനത്താണ് കബനി നദി രൂപപ്പെടുന്നത്. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഒരേ ഒരു നദി. കർണാടകത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? വളപട്ടണം പുഴ. നമ്മൾ വളപട്ടണം നദി നമ്മൾ പറഞ്ഞു അല്ലേ, കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ നദിയല്ലേ. നമ്മൾ കബനിയെ പറ്റിയാണ് പറയുന്നത്. ഇന്ത്യയുടെ തെക്കൻ മേഖലയിലെ കാവേരി നദിയുടെ ഒരു പ്രധാന കൈവഴിയാണ് കബനി നദി. നമ്മൾ പറഞ്ഞു കാവേരിയിലേക്കാണ് നമ്മുടെ കബനിയും ഭവാനിയും പമ്പാറൊക്കെ എത്തിച്ചേരുന്നത്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നതിന് മുന്നേ കാവേരിയിലേക്ക് എത്തിച്ചേരുന്നു. കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി വളപട്ടണം നദിയാണ്. അത് നമ്മൾ പറഞ്ഞ പോയിന്റാണ്. കബനി നദി ഒഴുകുന്ന കേരളത്തിലെ ജില്ല വയനാടാണ്. അത് നമ്മൾ പറഞ്ഞു. കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ്, പ്രധാനപ്പെട്ടതാണ്, കർണാടകയിലെ ദേശീയോദ്യാനമാണ് നാഗർഹോള ദേശീയോദ്യാനം. കബനി നദി കാവേരി നദിയിൽ പതിക്കുന്നു. കാവേരിയുമായി കബനി നദിയുടെ സംഗമം തിരുമക്കുടലു നരസീപുര, കർണാടകയിലെ തിരുമക്കുടലു നരസീപുരയിൽ വെച്ചാണ് കാവേരിയുമായി കബനി നദിയുടെ സംഗമം. കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിൽ കബനി അല്ലെങ്കിൽ കപില എന്നും വിളിക്കപ്പെടുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. ദക്ഷിണേന്ത്യയിൽ കബനി അല്ലെങ്കിൽ കപില എന്നും വിളിക്കപ്പെടുന്നു. നമ്മൾ ബാണാസുര സാഗറിനെ പറ്റിയാണ് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ് ബാണാസുര സാഗർ അണക്കെട്ട്, വയനാട്. ഏഷ്യയിലെ 2ാമത്തെ വലിയ എർത്ത് ഡാമാണ് ബാണാസുര സാഗർ അണക്കെട്ട്. കരമനത്തോട് നദിയിലാണ്, അതായത് കബനിയുടെ പോഷക നദിയായ കരമനത്തോട് നദിയിലാണ് ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബാണാസുര സാഗർ പറഞ്ഞത് അല്ലേ. അതായത് നമ്മുടെ കബനിയുടെ പോഷക നദിയായിട്ടുള്ള കരമന നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എവിടെ? ബാണാസുര സാഗർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കബനി നമ്മൾ പറഞ്ഞു. ഇനി തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന ഭവാനിയെയും പമ്പാറിനെയും കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഭവാനി നദിയുടെ ഉത്ഭവം നീലഗിരി കുന്നുകളിലാണ്. ഭവാനി നദിയുടെ ആകെ നീളം 217 കിലോമീറ്റർ. കേരളത്തിലെ ഭവാനിയുടെ നീളം 37.5 കിലോമീറ്റർ. നമ്മൾ കബനി പറഞ്ഞു. കബനിയുടെ ആകെ നീളം 240 കേരളത്തിൽ 56.6 കിലോമീറ്റർ. ഭവാനിയുടെ എന്താണ്? ആകെ നീളം 217 കിലോമീറ്റർ, കേരളത്തിൽ 37.5 കിലോമീറ്റർ. ഭവാനി നദി ഒഴുകുന്ന ജില്ല
പാലക്കാട്. ഭവാനി നദി ഒഴുകുന്ന ജില്ല പാലക്കാട്. കബനി നദി ഒഴുകുന്ന കേരളത്തിലെ ജില്ല വയനാട്. ഭവാനി, പാലക്കാട്. അടുത്തത് പാമ്പാറാണ്. ദേവികുളത്തെ ബെൻമൂറിൽ, അതായത് ആനമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒരു തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന ഒരു നദിയാണ് പാമ്പാർ. പാമ്പാറിൻ്റെ ആകെ നീളം 31 കിലോമീറ്റർ. മറ്റ് 2 കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ നീളവുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. കേരളത്തിലെ പാമ്പാറിൻ്റെ നീളം 25 കിലോമീറ്റർ. പാമ്പാർ ഒഴുകുന്ന ജില്ല ഇടുക്കി. കബനി ഒഴുകുന്ന ജില്ല വയനാട്. ഭവാനി ഒഴുകുന്ന ജില്ല പാലക്കാട്. പാമ്പാർ ഒഴുകുന്ന ജില്ല ഇടുക്കി. നമ്മുടെ കബനിയുടെ ആകെ നീളം 240 കിലോമീറ്റർ. കേരളത്തിൽ 56.6. ഭവാനിയുടെ ആകെ നീളം 217 കിലോമീറ്റർ. കേരളത്തിൽ 37.5. പാമ്പാറിൻ്റെ ആകെ നീളം 31 കിലോമീറ്റർ, ചെറുതാണ്. കേരളത്തിലൂടെ ഒഴുകുന്ന നീളം 25 കിലോമീറ്റർ. തലയാർ എന്നറിയപ്പെടുന്ന നദിയാണ് പാമ്പാർ. തലയാർ എന്നറിയപ്പെടുന്ന ഒരു നദിയാണ് പാമ്പാർ. പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ സംഗമിക്കുന്ന കാവേരിയുടെ പ്രധാന പോഷക നദിയാണ് അമരാവതി. അമരാവതി. അതായത് പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ സംഗമിക്കുന്ന കാവേരിയുടെ പ്രധാന പോഷക നദിയാണ് അമരാവതി. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുതാണ് പാമ്പാർ. നമ്മൾ പറഞ്ഞു വളരെ ചെറുതാണ് മറ്റ് 2 നദികളെ കമ്പയർ ചെയ്യുമ്പോൾ. തൂവാനം വെള്ളച്ചാട്ടവും കുംഭകരി വെള്ളച്ചാട്ടവും സ്ഥിതി ചെയ്യുന്ന നദിയാണ് പാമ്പാർ. തൂവാനം വെള്ളച്ചാട്ടവും കുംഭകരി വെള്ളച്ചാട്ടവും സ്ഥിതി ചെയ്യുന്ന നദിയാണ് പാമ്പാർ. ഭവാനി നദിയിലേക്ക് ഒഴുകുന്ന പ്രധാന നദികളാണ് ശിശുവാണി, വരകർ. ഭവാനി നദി തമിഴ്നാട്ടിൽ പ്രവേശിക്കുന്ന സ്ഥലമാണ് കൽക്കണ്ടിയൂർ. ഭവാനി നദി കാവേരി നദിയിൽ പതിക്കുന്നു. അത് നമ്മൾ നേരത്തെ പറയേണ്ടതായിരുന്നു, പക്ഷെ നമ്മൾ പാമ്പാറിന് ശേഷം അതിലേക്ക് തന്നെ പോയി പറഞ്ഞിട്ടുണ്ട്. ഭവാനി നദിയിലേക്ക് ഒഴുകുന്ന പ്രധാന നദികളാണ് ശിശുവാണി, വരകർ. ഭവാനി നദി തമിഴ്നാട്ടിൽ പ്രവേശിക്കുന്ന സ്ഥലമാണ് കൽക്കണ്ടിയൂർ. ഭവാനി നദി കാവേരി നദിയിൽ പതിക്കുന്നു. ഇനി നമ്മൾ പട്ടണങ്ങളാണ് പറയുന്നത്. പ്രധാനപ്പെട്ട പട്ടണങ്ങൾ അത് ഏത് നദിയിലാണ് വരിക, ഏത് നദിയുടെ തീരത്താണ് വരിക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. മലയാറ്റൂരും ആലുവയും കാലടിയും. നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് മനസ്സിലാവും, ഉറപ്പിക്കാം ഏതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായിട്ടുള്ള പെരിയാർ. പട്ടാമ്പി, പൊന്നാനി, കുറ്റിപ്പുറം, തിരുനാവായ, ചെറുതുരുത്തി. ഇതും എളുപ്പമാണ്, പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്, എളുപ്പമാണ്. ഭാരതപ്പുഴ. കുട്ടനാട്, റാണി, കോഴച്ചേരി, തിരുവല്ല, ചെങ്ങന്നൂർ, അമ്പലപ്പുഴ. ഇതും കിട്ടും. പമ്പ. അരുവിപ്പുറം, നെയ്യാർ, ഇത് നമ്മൾ പറഞ്ഞതാണ്. കാസർഗോഡ് ചന്ദ്രഗിരിപ്പുഴ, അത് നമ്മൾ പറഞ്ഞതാണ്. ഫറോക്ക്, ബേപ്പൂരം, നിലമ്പൂർ, മാവൂർ, ഇടവണ്ണ, അരിക്കോട്, ചാലിയാർ. അതും കേട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചു വന്ന ചോദ്യങ്ങളിലാണ്. പാലാ, കോട്ടയം, ഏറ്റുമാനൂർ. ഒന്നും ചിന്തിക്കണ്ട, കോട്ടയം ജില്ലയുടെ ഒഴുകുന്ന ഒരു നദി ഏതാണ്? മീനച്ചിലാർ അല്ലേ? കോട്ടയം നദിയിലൂടെ ഒഴുകുന്ന നദി മീനച്ചിലാർ, ഉറപ്പായും കിട്ടും. നമ്മൾ പറഞ്ഞു പാലാ നദി പാലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, മീനച്ചിലാർ അല്ലേ? ഇരിട്ടി, ശ്രീകണ്ഠപുരം, ഇർഗൂർ, പറശ്ശിനിക്കടവ് നമ്മൾ നേരത്തെ വിശദമായി പറഞ്ഞു. വളപട്ടണം നദി. പന്തളം, അച്ഛൻ കോവിലാർ. പമ്പ എന്ന് പറയുമല്ല, പമ്പയുടെ പോഷക നദിയായിട്ടുള്ള അച്ഛൻ കോവിലാറാണ് കേട്ടോ. പുനലൂർ, കല്ലടയാർ. അതും ലഭിക്കും, അതും കിട്ടും. ഇനി നമ്മൾ നേരത്തെ കുറച്ച് വള്ളംകളി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ കുറച്ച് വള്ളംകളികളെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് നോക്കുകയാണ്. പ്രധാനപ്പെട്ട വള്ളംകളികളെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കുകയാണ്. അധികവും നമ്മൾ പറഞ്ഞത് പമ്പാ നദിയുടെ തീരത്ത് വരുന്ന വള്ളംകളികളെ പറ്റിയാണ്. നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. മലയാള മാസമായ ചിങ്ങത്തിലെ, അതായത് ഓഗസ്റ്റ് 15-നും സെപ്റ്റംബർ 20-നും ഇടയിൽ വരുന്ന ഉത്രട്ടാതി നക്ഷത്ര ദിനത്തിൽ നടക്കുന്ന ഈ പരിപാടി അതിൻ്റെ മഹത്വത്തിനും സമ്പന്നമായ ചരിത്രത്തിനും പേരു കേട്ടതാണ്. പത്തനംതിട്ട ജില്ലയിലെ പമ്പാ നദിയിലെ ശാന്തമായ ജലാശയത്തിലാണ് മത്സരം നടക്കുന്നത്. ഈ മത്സരത്തിൽ ഉപയോഗിക്കുന്ന വള്ളങ്ങളെ പള്ളിയോടങ്ങൾ എന്ന് വിളിക്കുന്നു. അവയുടെ രൂപകൽപ്പന ഭഗവാൻ കൃഷ്ണനാണ്. അറിഞ്ഞിരിക്കുക കേട്ടോ, സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ മത്സരത്തിൽ ഉപയോഗിക്കുന്ന വള്ളങ്ങളെ പള്ളിയോടങ്ങൾ എന്ന് വിളിക്കുന്നു. അവയുടെ രൂപകൽപ്പന ഭഗവാൻ കൃഷ്ണനാണ്. അത്ര അറിഞ്ഞിരിക്കുക. അടുത്ത വള്ളംകളി ചമ്പക്കുളം മൂലം വള്ളംകളി. മിഥുനമാസത്തിലെ മൂലം നാളിൽ പമ്പാ നദിയുടെ കൈവഴിയായ ചമ്പക്കുളത്താറ്റിലാണ് സീസണിലെ ആദ്യത്തെ വള്ളംകളിയായ ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുക. ചമ്പക്കുളം വള്ളംകളി മത്സരം ഈ രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി നടത്തുന്നത് കേട്ടോ. മിഥുനമാസത്തിലെ മൂലം നാളിൽ. മറ്റേത് ഉത്രട്ടാതി വള്ളംകളി എപ്പോഴാണ്? ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിൽ അല്ലേ? ഇത് മിഥുനമാസത്തിലെ മൂലം നാളിൽ. മനസ്സിലാക്കി വെക്കുക. അടുത്തത് രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി.
പമ്പ നദിയായ പുള്ളിക്കുന്ന് പുഴയാണ് ആലപ്പുഴ ജില്ലയിലെ പുള്ളിക്കുന്ന് വള്ളംകളിയുടെ വേദി. എല്ലാ വർഷവും ഓഗസ്റ്റിലെ അവസാന ശനിയാഴ്ചയാണ് പരിപാടി നടക്കുന്നത്. രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി കേട്ടോ. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന പ്രധാനപ്പെട്ട പോയിന്റാണ്. രാജീവ് ഗാന്ധിയുടെ കുട്ടനാട് സന്ദർശനത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ഓട്ടം നടത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ സ്പോൺസർ ചെയ്ത രാജീവ് ഗാന്ധി ട്രോഫിക്ക് വേണ്ടിയാണ് മത്സരം നടക്കുന്നത്. അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ സ്പോൺസർ ചെയ്ത രാജീവ് ഗാന്ധി ട്രോഫിക്ക് വേണ്ടിയാണ് മത്സരം നടക്കുന്നത്. അടുത്തത് നെഹ്റു ട്രോഫി വള്ളംകളി. PSCക്ക് ഏറ്റവും ഇഷ്ടം നെഹ്റു ട്രോഫിയാണ്. നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിൽ വർഷം തോറും നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയാണ് കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ളതും ആവശ്യപ്പെടുന്നതുമായ വള്ളംകളി. 1954 കൈനക്കരി മീനപ്പള്ളി കായലിലാണ് ആദ്യത്തെ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി റേസ് നടന്നത്. കാവാലം ചുണ്ടനാണ് ആദ്യ ജേതാവ്. കാവാലം ചുണ്ടനാണ് ആദ്യ ജേതാവ്. ഇനി ഇതിന് എല്ലാ വർഷവും ഓരോ ഔദ്യോഗിക ചിഹ്നങ്ങൾ പ്രഖ്യാപിക്കും അല്ലേ. 2026 ചിഹ്നം ഏതാണ്? വേഴുവാണ്. വേഴു 2026 വേഴുവാണ്. 2025 കാത്തു. 2025 കാത്തു. 2026 72ാമത് വള്ളംകളിയാണ്. 2025 71ാമതാണ്. 2024 70ാം വള്ളംകളിയിൽ ഏതാണ്? നീലു. അറിഞ്ഞിരിക്കുക, 22 വരെ പഠിക്കുന്നത് നല്ലതാണ്. 2023 69 വള്ളംകളി കേശുവ ചിഹ്നം. 2022 68ാമത് വള്ളംകളി മിട്ടു കേട്ടോ. മിട്ടു കേട്ടോ. അതാണ് നെഹ്റു ട്രോഫി വള്ളംകളിയെ പറ്റി പറയാനുള്ളത്. നെഹ്റു ട്രോഫി കുറച്ചും കൂടി ആഴത്തിൽ പഠിച്ചത് നല്ലതാണ്. നെഹ്റു ട്രോഫി PSCക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു വള്ളംകളിയാണ്. പൊതുവെ അതിൽ നിന്നാണ് കൂടുതൽ ചോദ്യം ചോദിച്ച് കണ്ടിട്ടുള്ളത്. അടുത്തത് പ്രസിഡൻസ് ട്രോഫി വള്ളംകളിയാണ്. പ്രസിഡൻസ് ട്രോഫി വള്ളംകളിയാണ്. കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിൽ വർഷം തോറും നടത്തുന്ന വള്ളംകളിയാണ് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി കേട്ടോ. കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിൽ വർഷം തോറും നടത്തുന്ന വള്ളംകളിയാണ് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി. 2011 ഓഗസ്റ്റ് 30 ആദ്യ ജലോത്സവം നടന്നത്. 2011 ഓഗസ്റ്റ് 30 ആദ്യ ജലോത്സവം നടന്നത്. മത്സരം കാണാൻ രാഷ്ട്രപതി പ്രതിഭാ പാട്ടീൽ എത്തിയതിനെ തുടർന്നാണ് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി എന്ന പേര് നൽകിയത്. ഓരോ പേരിനും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. ആ പേരിൽ തന്നെ നമുക്കത് ഊഹിക്കാവുന്നതാണ് അല്ലേ. പ്രതിഭാ പാട്ടീലാണ് കേട്ടോ. പ്രതിഭാ പാട്ടീൽ വന്നതിനെ തുടർന്നാണ് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി എന്ന പേര് നൽകിയത്. നവംബർ 1 കേരളപ്പിറവി ദിനമാണ് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി അരങ്ങേറുന്നത് കേട്ടോ. നവംബർ 1 കേരളപ്പിറവി ദിനമാണ് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി അരങ്ങേറുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കേരളത്തിലെ നദികൾ എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ നദികളെ പറ്റി, പ്രധാനപ്പെട്ട നദികളെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. PSCക്ക് ഇഷ്ടമുള്ള കുറച്ച് നദികളുണ്ട്. വളരെ ഫാക്റ്റുള്ള പരീക്ഷകൾ ചോദിച്ചു വരുന്ന ചോദ്യങ്ങൾ ഉണ്ടാകുന്ന നദികളെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളെ പറ്റി നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. നീളത്തിൽ ഏറ്റവും ആദ്യത്തെ 10 നദികളെ പറ്റി നമ്മൾ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട 44 നദികളിൽ PSC ഇന്നുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ നദികളെ പറ്റി നമ്മൾ വളരെ അത്യാവശ്യം ഡീപ്പിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. എല്ലാവർക്കും നന്ദി.